എന്നിട്ട് പറയാ മടവൂരിനെ റളിയല്ലാഹു അൻഹു പടച്ചവനാക്കി. ഞാനന്ന് ചോദിച്ചിരുന്നു, മൗലാന എന്ന് താങ്കളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, എന്താ അതിന്റെ വജ്ഹ്? മൗലാന പറഞ്ഞാൽ നമ്മളെ രക്ഷിതാവുന്ന പടച്ചോൻ എന്നതിന്റെ വേറൊരു മുത്രാദിഫായ പദം അല്ലേ? പടച്ചോൻ അതാണ് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞ അന്ത മൗലാന, ഈ ഞങ്ങളെ രക്ഷിതാവാണ്, ഈ ഞങ്ങളെ യജമാനനാണ്, ഈ ഞങ്ങളെ പടച്ചോനാണ്. ഹുവ മൗലാന, അള്ളാഹ് ഞങ്ങളെ മൗലാനയാണ്. അങ്ങനെ ഇയായത് അല്ല, പാട്ട് കളിപ്പിച്ചില്ല നമ്മള്. ഒന്നുകൂടി കേട്ടോളി. ഓ കനകനിലാവന്നെ ഇബ്ലീസിന്റെ ലോകത്ത് നിന്ന് മാത്രം. അവിടെ മൗലാന എന്നാ പറഞ്ഞു. മൗലാന, ഞാൻ നല്ലൊരു വാക്കുകളോട് പറഞ്ഞോട്ടെ. മൗലാന എന്ന് പേരോടിനെ കുറിച്ച് പറയാൻ അതിന് വിശദീകരണമൊക്കെ പലരും ഇറങ്ങി. ഞങ്ങൾ മൗലാന എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ മൗലാനയല്ല, അന്ത മൗലാന എന്നുള്ള ഓർത്ത മൗലാനയല്ല, ഹുവ മൗലാന എന്നുള്ള. ഞങ്ങളെ മശായിഖന്മാരെ കുറിച്ച് പാടും, എഴുതും, ഇഷ്ടമുള്ളതൊക്കെ പറയും. നിങ്ങൾക്ക് എന്താ ഛേദം? നിങ്ങളോട് ആരും പാടാൻ പറഞ്ഞില്ലല്ലോ. പേരോടിനെ നിങ്ങൾക്ക് മൗലാനയാക്കാമെങ്കിൽ ഞങ്ങൾക്ക് മടവൂരിനെ പടച്ചോനാക്കാൻ ഒരു പേടിയില്ലടോ. അതിനെന്താ പ്രശ്നം? ഇവിടെ മൗലാന എന്നതിന്റെ അർത്ഥം ഇതാണ് നല്ല വിശദീകരിച്ചേ. അതേപോലെ ഇതോട് വിശദീകരിച്ച പോരെ. നിങ്ങൾ ആരെയും ഭയപ്പെടുത്തുന്നത്? പടച്ചവൻ, ഖാലിഖ്, ഇലാഹ്, അതൊക്കെ ആളുകൾക്ക് അറിയാതെ ആരാണ്. അതുകൊണ്ട് മജീദോലേര് പറഞ്ഞാൽ അത് ഖദീമും ബാഖിയാണ്, പണ്ടേ ഉള്ളവനാണ്, എന്നെന്നും ഉള്ളവനാണ്. ഞാൻ കഴിഞ്ഞ ഒരു പ്രസംഗത്തിൽ കൊയിലാണ്ടി എന്നാണെന്ന് തോന്നുന്നു, പേരോടിന്റെ ഒരു ക്ലിപ്പിട്ടു. പേരോടിന്റെ ആളുകൾ മൗലാന പേരോട് എന്ന് പാടുന്നു. മൗലാന എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ വിശേഷണമാണ്. അന്ത മൗലാന, അന്ത എന്നുള്ള ലമീർ നീ കുറ്റാടിക്കല്ലേ അള്ളാഹുവിലേക്കാ. അപ്പൊ അന്ത മൗലാന എന്ന് പറയുന്ന മൗലാന ഞങ്ങളെ രക്ഷിതാവ്. അത് പേരോടിന് മൗലാനാകാമെങ്കിൽ മടവൂര് ശൈഖുനാക്ക് പടച്ചോനാകാം. അതിനെന്താ കുഴപ്പമെന്ന് ചോദിച്ചിരുന്നു ഞാൻ. അതിനാ പടച്ചോനാകാന്നുള്ള മാത്രം എടുത്തിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കാരനും വഹാബിയും നിയൽവാദിയും എല്ലാരും കൂടി കുല്ലുഹു മജ്മഅൻ വരെയാണ്. കാന്തപുരം മുസ്ലിയാരെ മറുപടി, റഹ്മാൻ അല്ലാഹ് എന്നതല്ലാത്ത എല്ലാ വിശേഷണവും അതിൻ്റെതായ അർത്ഥത്തിൽ സൃഷ്ടികൾക്ക് കൊടുക്കാം. അപ്പൊ ഈസാ നബി ഖാലിക്കാന്നല്ല പറഞ്ഞു, ഇന്നി അഖ്ലുഖു ലക്കും, ഞാൻ നിങ്ങൾക്ക് പടച്ചു തരും. പടക്കുന്ന ആൾക്കാണ് പടച്ചോനെന്നറിയാം. അപ്പൊ ഈസാ നബി എങ്ങനെ പടച്ചോനായത്? ആ ഹൽക്കിനൊരു മയനുണ്ട് അള്ളാന്റെ ഹക്കിൽ. അതേതാ? അദമിൽ നിന്ന് വുജൂദിലേക്ക് കൊണ്ടുവരിക. അതാണ് അള്ളാഹുവിന്റെ ഹക്കിൽ ഹൽക്ക്. ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുക, അത് അള്ളാഹ്ക്കേ കഴിയൂ. അതേ സമയത്ത് ഈസാ നബി ഹൽക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ തസ്വീർ ചെയ്തു, രൂപകൽപ്പന ചെയ്തു. അപ്പൊ ആ അർത്ഥത്തിലാണ്. ആള് മാറുന്നതിനനുസരിച്ച് മാറാന്നല്ലേ ഇതിൽ പറഞ്ഞേ. അപ്പോ മശായിഖന്മാരെ കുറിച്ച് വല്ലവനും അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടെയുള്ള ഈ ഹൽക്കെല്ലാം ഹൽക്കായി വരാൻ സബബായി വന്നവരാണ് കാലഘട്ടത്തിലെ അസ്ഹാബുൽ വക്തുകളായ മഹറുദന്മാർ. ആ അർത്ഥത്തിൽ മാലിക്കുൽ മുൽക്ക്, ഖാലിഖ്, ഇതൊക്കെ അവരെ കുറിച്ച് പറയാം. അത് പറയാമെന്ന് എഴുതി വെച്ചത് സമസ്ത ഭിന്നിക്കുന്നതിന് മുമ്പ് പ്രസിദ്ധീകരിച്ച സോവനീറിൽ AP ഉസ്താദിന്റെ വലിയ ലേഖനം. ഇനി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങൾക്കൊന്ന് കേൾക്കാൻ ഒരു താല്പര്യം ഒന്ന് പറയുന്നത്.